ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു ഉച്ചയായി. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഫ്രീസറിൽ കിടക്കുന്ന, ഏകദേശം ഒരു 2 ആഴ്ച മറ്റേ ആയി വാങ്ങിയിട്ട്. വെക്കണം എന്ന് വെച്ച് മറന്നുപോയി. അപ്പോൾ കരുതി ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാം. ഇവിടെ ഏട്ടൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പം പിന്നെ എനിക്കും മക്കൾസിനും മാത്രം മതി. അപ്പോൾ ഇന്നെന്തായാലും അതിനൊന്ന് തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കണം എന്ന് കരുതിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ബീഫ് കൂട്ടന്മാരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, അത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെയും മറന്നുപോയി. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി കേട്ടോ. അതിപ്പോൾ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെക്കാനൊന്നും നേരമില്ല, സമയം ഏകദേശം ഒരു 12 മണിയായിട്ടോ. അപ്പോൾ ചോറൊന്നും എടുക്കണം എഴുതിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഏകദേശം വരാറായിട്ടാ. അപ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല എൻ്റെ ബീഫ് കറിയെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് നല്ല, എനിക്ക് തോന്നുന്നു ഈ ഉള്ളിയുടെ ആയിരിക്കും. ഞാൻ ഇന്നലെ സാധാരണ ഞങ്ങൾ വെള്ളുള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ ചുമന്നുള്ളി കിട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് ചുമന്നുള്ളി വാങ്ങിയതുകൊണ്ട് ഇപ്പം കറിക്ക് ടേസ്റ്റിന് തന്നെ വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചുമന്നുള്ളി ഇട്ടു. അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അപ്പോഴേക്കും ബീഫ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് പ്രാവശ്യം നല്ല, ആദ്യം ഞാൻ ഇട്ടപ്പോൾ അത് ഓഫാക്കിയപ്പോൾ വെന്തില്ല. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതൊന്ന് വെന്ത് കിട്ടി. അങ്ങനെ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് തട്ടി കേട്ടോ. അതായത് നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ടു. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ആ മസാലയും ബീഫും കൂടി ഒന്ന് മിക്സ് ആയപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ച് പിന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറിവേപ്പിലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ആരും തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയി. കറിവേപ്പിലൊക്കെ ഇട്ടു. പിന്നെ മല്ലിയിലൊന്നും ഇടാൻ നിന്നില്ല കേട്ടോ. പിന്നെ കറി അങ്ങ് ഓഫ് ചെയ്ത്. ഇതാണ് കേട്ടോ കറിയുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ റാഗിയുടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മുടെ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വീഡിയോ ആണ്. 2-3 വീഡിയോ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കേട്ടോ. കുറച്ച് കഴിഞ്ഞാലാണ് ഞാൻ കർട്ടനൊക്കെ തുറന്നത്. ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോറ് അവിടെ നിന്ന് കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചപ്പാത്തിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് അറിയില്ല. പക്ഷേ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഞാനും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യം ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഈ രണ്ടും കൂടി ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ചപ്പാത്തിയും ചമ്മന്തിയും കൂടെ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതാ മാവൊക്കെ എടുത്തിട്ട് കുഴക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ മാവ് ഇട്ട് ഏകദേശം കുഴച്ചൊക്കെ കഴിഞ്ഞേട്ടാ. കുഴച്ച് കഴിഞ്ഞ് ഒന്ന് അവിടെ സൈഡാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ അടുത്ത പരിപാടിക്ക് തേങ്ങ ചിരവണം. തേങ്ങ ചിരവി കഴിഞ്ഞ് ചമ്മന്തി അരക്കണമല്ലോ. അപ്പോൾ ഇതാ തേങ്ങ ചിരവുന്നുണ്ട്. ദേവൂട്ടി എണീറ്റില്ല, പാറു എണീറ്റു കേട്ടോ. പാറു എണീറ്റ് കുറച്ച് കഴിഞ്ഞാലേ പിന്നെ ദേവുവിനെ ഞാൻ വിളിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങ ചിരവി ചമ്മന്തി അരച്ചു. ചപ്പാത്തി ചൂടുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹെൽപ്പർ ദേവൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ദേവൂട്ടിക്ക് ചപ്പാത്തി ഇങ്ങനെ പൊന്തി വരുത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ ചമ്മന്തി ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് അവർ പോയട്ടോ. അതൊന്നും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്തിരി തിരക്കായി പോയട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. മുഴുവൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യാനേ പറയത്തുള്ളൂ കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിച്ച് സബ് ചെയ്യാനൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം.